നമ്മൾ ഇന്നത്തെ പരിപാടികൾ ഇന്ന് നോമ്പ് തുറയാണ്, ഇന്നൊരു നോമ്പാണ്. അപ്പോൾ അതിനുള്ള വിഭവങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കണം. അപ്പോൾ പപ്പടം പൊരിച്ചിട്ടുണ്ട്, നല്ല ഒട്ടക ഫ്രൈ ആക്കിയിട്ടുണ്ട്, ഒട്ടക വരട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ഐറ്റംസ് പായസം ഉണ്ടാക്കിയതാണ്. പിന്നെ അതേപോലെ തന്നെ ചിക്കൻ പൊരിച്ചത്, സലാഡ്, നെയ്ച്ചോറ്, എല്ലാ ഐറ്റംസും, തേങ്ങാച്ചോറ്, എല്ലാ ഐറ്റംസാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അടുത്ത വീഡിയോകൾ നിങ്ങൾ കാണാം. ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ പരിപാടി ഇതാണ്. ബീഫ് വരട്ടിയതും അതുപോലെ തേങ്ങാച്ചോറും. അതെങ്ങനെ വെക്കണം നമുക്ക് നോക്കാം. ബീഫ് ഒട്ടകം വരട്ടിയതും തേങ്ങാച്ചോറാണ്. പണ്ടാലും നമ്മൾ തക്കാളി റെഡിയാക്കലാണ്. റിയാസ് എവിടെ സ്ഥലം? ചെറുകോടില്ലേ? ചെറുകോടാണ്. ആരംഭിച്ചുകൊണ്ടിരിക്കണം. ഫോണ് വാടി വന്ന് ഉള്ളി നല്ല വാടി കഴിഞ്ഞാൽ കുറച്ച് തക്കാളി ഇടാം. തക്കാളി നന്നായിട്ട് റെഡിയാക്കാം. നല്ല ഉള്ളിയും തക്കാളിക്ക് വാടി വന്ന് ഇതിലേക്ക് ചെറുള്ളി, അതുപോലെ ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി ഇതൊക്കെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് കഴിച്ചാണ്ടല്ലോ നല്ല സൂപ്പർ കരിവേപ്പിലൊക്കെ ഉണ്ട്. കരിവേപ്പിലൊക്കെ ഇട്ട് ഇത് കുഴച്ചാണ്ടല്ലോ അത് കുഴച്ചെടുത്താൽ ഇത് പച്ചമുളകും ഇഞ്ചി ഇതൊക്കെ നമുക്ക് വളരെ ചോപ്പ് എടുത്തതാണ്. മഞ്ഞപ്പൊടിയില്ലേ, ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് തോന്നിടേണ്ടി വരും അല്ലേ, വരട്ടായതുകൊണ്ടല്ലേ. മല്ലിപ്പൊടി, നിങ്ങൾ ചൂലുവ. എൻ്റെ കണക്കൊന്നും പറയണില്ല. ഇതിപ്പോൾ എന്താണ് ഇത്? മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയില്ലേ. മൊത്തം മിക്സ് ആക്കിയിട്ട് ഒരു കോയമ്പ് രൂപത്തിലാക്കി എടുക്കണല്ലേ. നമ്മളെ ഒട്ടകം മിക്സ് ആക്കി തുടങ്ങി. ഇങ്ങനത്തെ അതിലുണ്ട് ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് അതിലെടുത്താൽ ഇത് ഒട്ടക ദമ്മുണ്ടല്ലേ, ഇതിൽ കണ്ടു പോവാണ്. ഇപ്പം തന്നെ ഒരു മണം സുഖമാക്കണം. കൂട്ടണ്ട റിയാസ് ഭായി. ഇതിങ്ങനെ രണ്ട് മണിക്കൂറൊക്കെ ആയിട്ട് അങ്ങനെ കിടന്നാണ് വന്നോളൂല്ലേ. ഇതിൽ ചിക്കനൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കണം. ചിക്കൻ ചില്ലി ഉണ്ടെന്ന്. ചിക്കൻ ചില്ലി, ഒട്ടകം വരട്ടിയത്, അതേപോലെ തന്നെ തേങ്ങാച്ചോറ്. അപ്പോൾ ചിക്കൻ റെഡിയാക്കി കൊണ്ടിരിക്കണം. തേങ്ങാച്ചോറുള്ള പ്രിപ്പറേഷനിലാണ്. ഉള്ളിൽ കൂടുതൽ വേണം. അപ്പോൾ റെഡിയാക്കി കൊണ്ടിരിക്കണം നമ്മളെ റിയാസ് പണ്ടാരി. ബീഫ് റെഡിയാക്കി കൊണ്ടിരിക്കണം. ബീഫല്ല, ഒട്ടകം റെഡിയാക്കി കൊണ്ടിരിക്കണം. 65 മസാലകളാണ്. പച്ച മസാല ആക്കി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെന്താണ് കുരുമുളക് പൊടിയില്ലേ, ഗരം മസാല, മുളക് പൊടിൻ്റെ ആവശ്യമില്ലേ, കുറച്ച് കോൺഫ്ലവറിൻ്റെ പൗഡർ ഇതൊക്കെ മിക്സ് ആക്കൽ, ഉപ്പ് ആവശ്യത്തിന്. തേങ്ങാച്ചോറ് എങ്ങനെ വെക്കണം നോക്കണം. ഇത് പാരി ഒന്ന് കേക്ക് എടുത്തു, അതിൽ നേരെ ഉള്ളൊക്കെ കുറച്ചിട്ടൊന്ന് മിക്സ് ആക്കി. ഇതിനേക്ക് ചേർക്കണം എന്താണ്? ചെറിയുള്ളി, കൊച്ചുള്ളി നല്ലോണം ചേർത്ത് കൊടുക്കണം. അടുത്ത തേങ്ങ, പച്ച തേങ്ങ അല്ലേ, തേങ്ങ ചിരണ്ടി അത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ആദ്യം തന്നെ അരി കേക്ക് ഉടനെ തന്നെ ചെയ്യണം ഇതൊക്കെ അല്ലേ. ഇത് എത്ര കിലോ അരിക്കാരം വെക്കാം? നല്ലതാണ്. നല്ല മിക്സ് ആക്കി എടുക്കണം അല്ലേ. ചേർത്ത് കൊടുക്കാൻ എങ്ങനെയാണ്? ഇതിപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെച്ചു കേട്ടോ. തേങ്ങാച്ചോറിൻ്റെ കണ്ടന്റുകളാണ് അരി, അതുപോലെ തന്നെ ഉലുവ, പിന്നെ തേങ്ങ, ചെറുള്ളി, പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒറ്റ വേവിക്കും അല്ലേ, തേങ്ങാച്ചോറായി. എന്നിട്ടാണ് ദമ്മിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് എങ്ങനെ നമുക്ക് കാണാം. നമ്മൾ ഒട്ടകം ഈ ഒരു പാകത്തിലേക്ക് ആയിട്ടുണ്ട്. ഇഞ്ചി വെള്ളം പറ്റണല്ലേ, ചെറുതായിട്ട് നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായി. ഒരു ടൈറ്റിൽ കിട്ടണം അല്ലേ. അപ്പോൾ ഒക്കെ റെഡിയായി. ഒട്ടകം വരട്ട് ഇതാണല്ലേ, നാടൻ തരിക്കഞ്ഞി, പിന്നെ തേങ്ങാച്ചോറ്, ഈ ചിക്കൻ പൊരിക്കാനുണ്ട് വേറെ. ചിക്കൻ ചില്ലി അല്ലേ. നമ്മൾ ചില്ലിക്കുള്ള ഐറ്റംസ് നമ്മുടെ മെയിൻ പണ്ടാരി വേറെ ഉണ്ട്. മെയിൻ ഷെഫാണ്. നമുക്ക് നല്ല കരിവേപ്പിലയും പച്ചമുളകില്ല. അപ്പോൾ പായസം റെഡി ആക്കിയിട്ടുണ്ട്. ചിക്കൻ പൊരി, ചിക്കൻ കൊണ്ടാട്ടം, അങ്ങനത്തെ ഓരോന്ന് ഇളക്കുക. അതിന് മേലക്കിടരുത്, അടുത്തേക്കിടാം. ചിക്കൻ പൊരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുജിബായി സലാഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈറ്റായി വരണല്ലേ, അത് റെഡി. അപ്പം എല്ലാം അങ്ങനെ നോമ്പ് തുറ എല്ലാം നോമ്പ് തുറന്നുകൊണ്ട് റെഡി ചെയ്തിരിക്കുകയാണ്.
ഇതിന്റെ ഈ നോമ്പത്തോറിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഭക്ഷണം കാര്യങ്ങളൊക്കെ ഭക്ഷണം മാസമുള്ള അടിപൊളി ഒരു രക്ഷയില്ല. രക്ഷയില്ല. തേങ്ങാച്ചോറ്, ഒട്ടകം വരട്ട്, കോഴിച്ചിക്കും അതേ സെറ്റപ്പിൽ തന്നെ അല്ലേ? എല്ലാവരും നല്ല സാറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവായൊക്കെ ഉണ്ടാവും, ഉങ്ങി കഴിക്കുന്നുണ്ട്.